പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ഇനി പഠിപ്പിക്കാൻ പോകുന്നത് നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകളുടെ ഗുണനത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കൂട്ടുക എങ്ങനെയാണെന്ന് കണ്ടു ഇല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ കൂട്ടുക അഥവാ അഡീഷൻ്റെ മറ്റൊരു വികസിത രൂപമാണ് എന്ത്? ഈ ഗുണനം. മൾട്ടിപ്ലിക്കേഷൻ ഈസ് എൻ എക്സ്റ്റൻഡഡ് ഫോം ഓഫ് അഡീഷൻ. ഒരു എക്സ്റ്റൻഡഡ് ഫോം ഓഫ് അഡീഷനാണ് എന്ത്? മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ട് അതിൻ്റെ അതേ സെയിം പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യുക. അത് നമുക്ക് നോക്കാം. പോസിറ്റീവ് 2 ഇൻറ്റു പോസിറ്റീവ് 3 പോസിറ്റീവ് 6 എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അതായത് നമുക്ക് ഈ പോസിറ്റീവ് 2 ഇതിൻ്റെ അർത്ഥം എന്താണെങ്കിൽ നമുക്കറിഞ്ഞാൽ പോസിറ്റീവ് 2 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 3 പോസിറ്റീവ് 3 എന്ത്? 2 പ്രാവശ്യം എടുക്കുക. 2 പ്രാവശ്യം എടുക്കുക എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ 2 പ്രാവശ്യം വയ്ക്കുക. എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അർത്ഥം എന്താണ്? വയ്ക്കുക എന്നർത്ഥം. വയ്ക്കുക എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ എടുക്കുക എന്നുള്ളത് നെഗറ്റീവ് ആണെന്ന് പഠിച്ചു ഇല്ലേ? വയ്ക്കുക എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ എടുക്കുക എന്നുള്ളത് നെഗറ്റീവ്. അപ്പോൾ ഒരു ആക്ഷൻ്റെ എതിർ ദിശയിലുള്ള ആക്ഷനെ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട്. ഒരു ആക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എതിർ ദിശയിലുള്ള ആക്ഷനെ നെഗറ്റീവായിട്ട് എടുക്കണം. എടുക്കുക വയ്ക്കുക എന്നുള്ളത് ചേർക്കുക അല്ലെങ്കിൽ വയ്ക്കുക എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ എടുക്കുക അഥവാ മാറ്റുക എന്നുള്ളത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് 3 2 പ്രാവശ്യം വയ്ക്കുക എന്നർത്ഥം. പോസിറ്റീവ് 3 2 പ്രാവശ്യം, അതായത് വലത്തോട്ടുള്ള കുതിരകളെ 3 കുതിരകളെ 2 പ്രാവശ്യം വയ്ക്കുക അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം പോസിറ്റീവ്, അതായത് ഇങ്ങനെ കുതിരകൾ പോസിറ്റീവ് കുതിരകൾ ഇതിപ്പോൾ എത്ര? പോസിറ്റീവ് 3 കുതിരകൾ അല്ലേ? ഇതിന് ഇതുവരെ 2 പ്രാവശ്യം വയ്ക്കാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ വീണ്ടും ഒരു 2 പ്രാവശ്യമായി ഇപ്പോൾ അല്ലേ? ഇപ്പോൾ എത്ര പ്രാവശ്യം നോക്കിയാൽ? ഇതൊരു പ്രാവശ്യം, ഇത് ഒരു പ്രാവശ്യം. ഇപ്പോൾ എത്ര പ്രാവശ്യമായി? 2 പ്രാവശ്യമായി ഇല്ലേ? പോസിറ്റീവ് കുതിരകളെ 2 പ്രാവശ്യം ചേർക്കാൻ, അതാണ് പോസിറ്റീവ് 2. എത്ര ഉത്തരം വരിക? നമുക്കറിയാം 2 പ്രാവശ്യം ചേർത്ത് ഇവിടെ എത്രയായി? ഒരു പ്രാവശ്യം 3 വലത്തോട്ട് തന്നെയാണ് അല്ലേ? അപ്പോൾ എത്രയായി? 6. ആ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എത്രയാണ് വരുന്നത്? പോസിറ്റീവ് 6. പോസിറ്റീവും ഗുണിച്ചാൽ എന്താണ്? പോസിറ്റീവാണ് ഉത്തരം. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, അതുകൊണ്ടാണ് പോസിറ്റീവ് വരുന്നത്. ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം. നെഗറ്റീവ് കുതിരകളെയാണെങ്കിൽ എന്താണെന്ന് നോക്കാം. നമുക്ക് പിടിക്കാം. നമ്മുടെ മുന്നിലുള്ള ഇനി ചോദ്യം വരുന്നത് നെഗറ്റീവ് 3 ഇൻറ്റു പോസിറ്റീവ് 2 എന്നാണെന്ന് വിചാരിക്കുക. എന്താണ്? നെഗറ്റീവ് 3നെ പോസിറ്റീവ് 2 കൊണ്ട് ഗുണിച്ചാൽ എന്താണ് ഉത്തരം? എന്താണ്? നെഗറ്റീവ് 6 ഉത്തരം. എന്തുകൊണ്ടാണെങ്കിൽ നോക്കാം. ഇങ്ങോട്ട് ഇത് 3 കുതിരകൾ അല്ലേ? ഒരു പ്രാവശ്യം. അപ്പോൾ നെഗറ്റീവ് 3 ഒരു പ്രാവശ്യം കെട്ടുക അല്ലേ? 2 പ്രാവശ്യം വയ്ക്കുക എന്നർത്ഥം. നെഗറ്റീവ് 3 കുതിരകളെ പോസിറ്റീവ് 2 എന്ന് പറഞ്ഞാണ്. അത് 2 പ്രാവശ്യം വയ്ക്കാൻ. ഒരു പ്രാവശ്യം വയ്ക്കുമ്പോൾ 3, രണ്ടാമത് 3 കുതിരകളിൽ വയ്ക്കുമ്പോൾ എത്രയായി? 2 പ്രാവശ്യം വയ്ക്കുമ്പോൾ എത്രയായി? ഈ ഇടത്തെ ഭാഗത്ത് തന്നെ വരുന്നത് അല്ലേ? അപ്പോൾ നെഗറ്റീവ് 6. പോസിറ്റീവ് അപ്പോൾ പോസിറ്റീവ് 3 ഇൻറ്റു പോസിറ്റീവ് 6. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താ വന്നത്? നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, നെഗറ്റീവ് വരാനുള്ള കാരണം മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താ വരിക? അപ്പോൾ അന്ന് കണ്ടുപിടിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പഠിച്ചാൽ നമ്മൾ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഗുണിക്കുകയാണെങ്കിൽ ഉത്തരം നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇപ്പോൾ എത്ര കുതിരശക്തി ഇവിടെ ഉണ്ട്? 0 അല്ലേ? വെരി ഗുഡ്. കാരണം ഇവിടെ 6 കുതിരശക്തി ഇടത്തോട്ട് വലിക്കുന്നു. അപ്പോൾ നെഗറ്റീവ് 6 കുതിരകൾ ഇടത്തോട്ട്, നെഗറ്റീവ് 6 ഇടത്തോട്ടും പോസിറ്റീവ് 6 വലത്തോട്ടും ഉണ്ടെങ്കിൽ പരസ്പരം ക്യാൻസലായി പോകുന്നത് കൊണ്ട് ഇവയുടെ ഉത്തരം ആ വലിയ ഭാരമുള്ള വസ്തുവിൽ അനുപ്പെടുന്ന ബലം 0 ഒന്നുമില്ല. അവിടെ ഒന്നുമില്ല.
ഇനി നമ്മൾ പോകാൻ തോന്നുന്നത്, അപ്പോൾ ഇത് നമുക്ക് എത്ര ബലം അനുഭവം, ഇതിപ്പോൾ ഇതിലും കൂടുതലൊക്കെ ആവണ്ട, ഞാൻ ഇതിൽ വെച്ചെന്ന് മാത്രം. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് +3 ഇൻറ്റു -2 എത്രയാണെന്നാണ്. എന്താണ്? 2. ഇതൊരു ഇപ്പോൾ +3 കുതിരകൾ അല്ലേ? നമ്മൾ പറഞ്ഞു എന്തെന്ന്, വയ്ക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ, എടുക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞ്, വയ്ക്കുക എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ എടുക്കുക എന്നുള്ളത് നെഗറ്റീവ്. അത് കാരണം അത് വിരുദ്ധ ആക്ഷനാണ് അല്ലേ? ഓക്കെ. അപ്പോൾ +3, ഇപ്പോൾ ഇതിലൊന്നുമില്ല, ഇവിടെ ബലമൊന്നുമില്ലല്ലോ, ഒരു ബലവും ഇല്ല. ഏത് ഈ വലിയ പിണ്ഡമുള്ള സാധനത്തും അനുഭവപ്പെടുന്ന ബലം ഒന്നുമില്ല. അപ്പോൾ -2 ബലം, ഇപ്പോൾ +3 കുതിരകളെ ഇതെന്തർത്ഥം, 2 പ്രാവശ്യം വയ്ക്കുക വേണ്ട, എടുക്കുക വേണ്ട, നെഗറ്റീവ് അല്ലേ? അപ്പോൾ +3 കുതിരകൾ ഇതല്ലേ, 2 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ഇത് ഇല്ലാണ്ടാവില്ലേ? അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ബലം ഉണ്ടായിരുന്നില്ലേ, എടുത്തപ്പോൾ എത്ര ബലം ഇവിടെ വന്നു? നെഗറ്റീവ് എത്ര വന്നു? നീ ശ്രദ്ധിക്കാതെ ആ പുസ്തകത്തിൽ നോക്കിയിരിക്കല്ലേ, അപ്പം നീ കോൺസെൻട്രേഷനിൽ എന്തിരിക്കാത്ത, അതുകൊണ്ടാണ് മനസ്സിലായത്. നീ പറയുന്ന സമയത്ത് പുസ്തകത്തിലാണ് ശ്രദ്ധിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് നീ ഇത് എനിക്കെല്ലാം അറിയാവുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുക എങ്ങനെയാണ്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചില്ലല്ലോ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. നീ ആ സമയത്ത് നിൻ്റേതായ ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുക. ഇപ്പോൾ ഇവിടെ എന്താ ഇതിൽ എത്രയാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്? ഇപ്പോൾ ഈ അവസ്ഥയിൽ ഒരു ബലവും അവിടെ ഇല്ല, ഒരു ബലം പ്രയോഗിക്കാത്ത പോലെയാണ് അവിടെ. മനസ്സിലായ? ഇതിവിടെ എത്ര കുതിരയാവും വേണം കേട്ടാ. ഇവിടെ കുറേ കുതിരയുണ്ട് വിചാരിക്കുക. ഇവിടെ 2, 4, 6, 8, 2, 4, 6, 7, 8. ഇപ്പം ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ്? 0. അത് മനസ്സിലായല്ലോ. സ്റ്റെപ്പ് പോയിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിലൊരു സ്റ്റെപ്പ് മാറി നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൂടെ നിങ്ങളുടെ ഉയർത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിലൊരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടിന്യൂസ് ആണ് അറിവ്. ഏതെങ്കിലും അറിവ് അതിൽ കട്ടായി പോയി തുടർച്ചയായിട്ട് അറിവ് പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ +3 കുതിരകളെ -2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, പോസിറ്റീവ് കുതിരകൾ 2 പ്രാവശ്യം വയ്ക്കുകയല്ല വേണ്ടത്, 2 പ്രാവശ്യം എടുക്കുക. എന്താ അർത്ഥം? കുതിരകളെ അഴിച്ചു കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ, എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ +3 കുതിരകളെ 2 പ്രാവശ്യം എടുക്കണം എന്നർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്താ? പോസിറ്റീവ് കുതിരകളെ എടുക്കണം, വയ്ക്കല്ല. അങ്ങനെയാണെങ്കിൽ എത്ര ഉത്തരം വരിക? 2 കുതിരകളെ 3 എടുത്തു അല്ലേ? അപ്പോൾ 6 കുതിര പോകുമ്പോൾ ഒന്നുണ്ടായിരുന്നില്ല. വലത്തുനിന്ന് 6 കുതിര പോയാൽ ഇടത്ത് ഭാഗത്ത് എത്ര ശക്തി വരും? 6. ബാക്കി ക്യാൻസലായി പോകും അല്ലേ? അപ്പോൾ ആകെ ഇതിൻ്റെ ഉത്തരം എത്ര വരിക? -6. ഇടത്തോട്ടല്ല ശക്തി വരുന്നത്, ഇടത്തോട്ട് 6 ശക്തി വരും, ബാക്കി ക്യാൻസലായി പോകും. അപ്പോൾ പോസിറ്റീവ് കുതിരകളെ നെഗറ്റീവ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തരം എന്താ പറയുക? അപ്പോൾ 2 കാര്യം പെടും. നേരത്തെ ചെയ്തതെന്ന് നെഗറ്റീവിൻ്റെ പോസിറ്റീവ് കുടിച്ചപ്പോൾ നെഗറ്റീവ് കിട്ടി, പോസിറ്റീവ് നെഗറ്റീവ് കുടിച്ചപ്പോൾ നെഗറ്റീവ് കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ നെഗറ്റീവ് എന്നുള്ളത് ഇതാണ്. മനസ്സിലായല്ലോ? പോസിറ്റീവ്, നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവിൻ്റെ നെഗറ്റീവ്. അത് മനസ്സിലായി. ഇനി നെഗറ്റീവ് എന്താണ് കണ്ടുപിടിക്കാൻ പോണത്? എന്താണ്? ഇതേ എക്സാമ്പിൾ തന്നെ കണ്ടുപിടിക്കാം എന്താ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് എന്തായിരിക്കും? ഇപ്പോൾ കുതിരശക്തി ഒന്നുമില്ല, ഇവിടെ എല്ലാം ക്യാൻസലായി പോലും ഒന്നുമില്ല അല്ലേ? ഇവിടെ ഒരു കുതിര കൂട്ടുക വെച്ചാൽ ഒന്നുമില്ല, ഉണ്ടല്ലോ? ഇല്ല. നെഗറ്റീവ് കുതിരകളെ എന്ത് ചെയ്യണം? 2 പ്രാവശ്യം എടുത്തുകൊണ്ട് പോകണം അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഒരു കുതിര എടുത്താൽ ഇവിടെ ഒരു കുതിരശക്തി കൂടില്ലേ? പോസിറ്റീവോ? 2 എടുത്താലോ? അപ്പോൾ 3 കുതിരകളെ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? 3 കുതിരശക്തി അപ്പുറത്ത് വരും.
അത് 2 പ്രാവശ്യം ആകുമ്പോൾ 6 ബുദ്ധിശക്തി എവിടെ വരും? ഇടത്തോട്ട വലത്തോട്ട? അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ്. വൈ? മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് നോട്ട് imaginary. Is it imaginary? I have shown you that negative is positive by demonstration in reality. അല്ലേ? ഞാൻ കാണിച്ചു തന്നത് ഇതൊരു കുതിരയാണ്, എങ്ങനെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ലേ? ഈസ് ഇറ്റ് നെഗറ്റീവ് നമ്പേഴ്സ് ആർ ഇമാജിനറി? നോ, ഇറ്റ് ഈസ് റിയൽ. ഹു ഹാവ് സെഡ് ദാറ്റ് നെഗറ്റീവ് നമ്പേഴ്സ് ആർ അൺറിയൽ ഓർ ഇമാജിനറി? ഇറ്റ്സ് റോങ്. ശരിയല്ല. അത് 0 കുറവ് എന്നല്ല അർത്ഥം, ആശയമല്ല അത്. ഒരു എതിർ ദിശയിലുള്ള ബലം എന്നേ അതിന് അർത്ഥമുള്ളൂ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈസ് പോസിറ്റീവ്. സംശയമുണ്ട്? പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവാണ്. അതുകൊണ്ട് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് എന്ന് വരും തോന്നുമെങ്കിലും നിങ്ങൾക്കിപ്പോൾ എന്ത് മനസ്സിലായി? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവാണ്. ശരിയല്ലേ? കറക്റ്റല്ലേ? കണ്ടതല്ലേ? അല്ലേ? ഇത് ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ? നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് ഞാൻ പറഞ്ഞതാ? നിങ്ങൾ തന്നെ പറഞ്ഞു നെഗറ്റീവ് പോസിറ്റീവ്. ഇനി മറക്കൂ, ഈ പടക്കം വയ്ക്കുക മനസ്സിൽ. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈസ് പോസിറ്റീവ്. ഇത് ആരും ഇതുവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടില്ല പിക്ചർ വോയിസിൽ. അപ്പോൾ ഇത് നമ്മൾ ഈ ഗുണനം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നെഗറ്റീവ് സംഖ്യകളിലെ ഈ ഗുണനം എങ്ങനെയാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകൾ ഗുണിക്കാനിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഹരണത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരേക്ക് വിടാം. നന്ദി, നമസ്കാരം, ബൈ.